നമസ്കാരം. ജ്യോതിഷ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശ്രീമതി വിജയകുമാരി സോമനാണ്. ആധ്യാത്മിക രംഗത്ത് വളരെയേറെ പ്രശസ്തിയായ ടീച്ചർ, ഭാഗവതാചാര്യാണ്. ടീച്ചർ നമസ്കാരം. ടീച്ചർ, സഹസ്രനാമങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞങ്ങൾക്ക് അറിയേണ്ടത്. ടീച്ചർ ഒന്ന് പറയാമോ? സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമമുണ്ട്, ദേവി സഹസ്രനാമമുണ്ട്, ശിവസഹസ്രനാമമുണ്ട്. എല്ലാ ദേവന്മാരുടെയും സഹസ്രനാമങ്ങളുണ്ട്. അതിൽ നമ്മൾ പ്രധാനമായിട്ടും ചൊല്ലുന്നത് വിഷ്ണു സഹസ്രനാമവും ലളിത സഹസ്രനാമവുമാണ്. വിഷ്ണു സഹസ്രനാമത്തിന്റെ ആ സന്ദർഭം എന്ന് പറഞ്ഞാൽ, ഭാരത യുദ്ധത്തിന്റെ സമയത്ത് ഭീഷ്മർ ശരശയിൽ കിടന്നപ്പോൾ ദുര്യോധനൻ ഉപദേശിച്ചു കൊടുത്തതാണ് വിഷ്ണു സഹസ്രനാമം. ഭഗവാന്റെ 1000 നാമങ്ങൾ അത് ജപിക്കുന്നതിലൂടെ നമുക്ക് ശാരീരികമായിട്ടുള്ള ഊർജം കൂടുതൽ ലഭിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ദുഃഖങ്ങളെല്ലാം ഇല്ലാതെയായി നമ്മളെ മോക്ഷത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് വൈകിട്ട് സമയങ്ങളിലാണ് നമ്മൾ ലളിതാ സഹസ്രനാമം ജപിക്കേണ്ടത്. ലളിതാ സഹസ്രനാമം ദേവിയുടെ 1000 നാമങ്ങൾ, അത് ദേവി മഹാത്മ്യം, ദേവി ഭാഗവതം, ഇതിലെല്ലാം പറയുന്ന നാമങ്ങളാണ് ലളിതാ സഹസ്രനാമത്തിലുള്ളത്. അങ്ങനെ 1000 നാമങ്ങൾ ജപിക്കുന്നതിലൂടെ, ദേവിയെ സ്മരിക്കുന്നതിലൂടെ ദേവിയുടെ അനുഗ്രഹം നമ്മളിലുണ്ടാകും. അതുപോലെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതിലൂടെ ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടാകും. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നമ്മളുടെ മാനസികവും ശാരീരികവുമായ എല്ലാ ദുഃഖത്തിനും കാരണമാണ് ആയുരാരോഗ്യ സൗഖ്യമാണ്. അത് പ്രത്യേകം നാരായണീയത്തിൽ പറയുന്നുണ്ട്. ഭാഗവതത്തെ ഇടിച്ചു പിഴിഞ്ഞ് എടുത്തിരിക്കുന്ന സത്താണ് നാരായണീയം. നെൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് തനിക്ക് വാതരോഗം ഉണ്ടായപ്പോൾ 100 ദിവസം കൊണ്ട് എഴുതി തീർത്തതാണ് നാരായണീയം. ഏതാണ്ട് 1034ഓളം ശ്ലോകങ്ങളുണ്ട്. അത് നിത്യവും ജപിക്കുന്നതിലൂടെ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം, സമ്പൽ വർധന ഇതെല്ലാം ഉണ്ടാകും. രോഗശമനം. നാരായണീയത്തിലാണെങ്കിൽ ആദ്യത്തെ 2 ദശകങ്ങളിൽ 100 ദശകങ്ങളാണ് ആകെയുള്ളത്. അതിൽ ആദ്യത്തെ 2 ദശകങ്ങളിൽ ഭഗവാന്റെ രൂപം വർണ്ണിച്ചിരിക്കുന്നു. അതിനുശേഷം 3ാമത്തെ ദശകം മുതലാണ് പ്രാർത്ഥന തുടങ്ങുന്നത്. എല്ലാ ദശകത്തിന്റെയും അവസാനം ആയുരാരോഗ്യ സൗഖ്യം തരണേ, ഭഗവാനെ ഭക്തി ഉണ്ടാക്കി തരണേ, ഇത് മാത്രമാണ് പ്രാർത്ഥന. അങ്ങനെ 100ാം ദിവസം എഴുതി സമർപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വാതരോഗം മാറി. അദ്ദേഹത്തിന് വാതരോഗം ഉണ്ടാകാനുള്ള കാരണം അതൊരു ഗുരുഭക്തി കൂടിയാണ്. നമുക്ക് എന്ത് കാര്യത്തിനും ഗുരുഭക്തി അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഏത് നാമം ജപിക്കണമെങ്കിലും നമ്മൾ അർത്ഥമറിഞ്ഞ് ജപിച്ച് ഗുരുവിന്റെ ഉപദേശത്തോടു കൂടി ചെയ്താൽ മാത്രമേ അതിന്റെ പരിപൂർണ ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. ടീച്ചർ, ഈ സഹസ്രനാമം ചൊല്ലുന്നത് ഇന്ന ആൾക്കാർ, അതായത് പുലവാലായ്മയുള്ളവർ, ഋതുമതികളായ സ്ത്രീകൾ, അവർക്കൊക്കെ സഹസ്രനാമം ചൊല്ലുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് ഹരിനാമത്തിൽ പറയുന്നുണ്ട്. ഹരിനാമ കീർത്തനത്തില് ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഋതുവായിരിക്കുന്ന സ്ത്രീകൾക്കും ആർക്കും പുലയുള്ളവർക്കും എല്ലാം നാമം ജപിക്കാം. പക്ഷെ നമ്മൾ ആ പുസ്തകം കൈകൊണ്ട് തൊടാതിരിക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള നാമങ്ങളെല്ലാം ജപിക്കാം. അത് എപ്പോൾ വേണമെങ്കിലും ജപിക്കാം. നാമം ജപിക്കാൻ പ്രത്യേക സമയമോ അല്ലെങ്കിൽ പ്രത്യേക സ്ഥലമോ ഒന്നും ആവശ്യമില്ല. ശുദ്ധമായ മനസ്സോടുകൂടി ശുദ്ധമായ സ്ഥലത്തിരുന്ന് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നാമം ജപിക്കാവുന്നതാണ്. സഹസ്രനാമം ചൊല്ലുമ്പോൾ അതിൻ്റെ അകത്ത് ചില വാക്കുകൾ എനിക്കറിയാം. വിഷ്ണു സഹസ്രനാമമൊക്കെ വളരെ കഠിനമായ വാക്കുകളാണ് ചൊല്ലാൻ. ആദ്യമൊക്കെ പഠിച്ചെടുക്കാൻ ഇത്തിരി പ്രയാസമാണ്. അത് പഠിക്കുന്നതിന് എന്തെങ്കിലും ഒരു എളുപ്പ വഴിയോ, അത് ചൊല്ലുമ്പം അക്ഷരങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെയുണ്ട് ടീച്ചർ? ഒരു ഗുരുവിന്റെ കീഴിൽ പഠിച്ച് ചൊല്ലുവാണെങ്കിൽ നമുക്ക് അക്ഷരത്തെറ്റ് കൂടാതെ ചൊല്ലാൻ പഠിക്കാം. ആദ്യം വേണ്ടത് അക്ഷരത്തെറ്റില്ലാതെ അത് ഉച്ചരിക്കാൻ സാധിക്കുക എന്നതാണ്. അതിനുശേഷം മാത്രമേ നമ്മൾ ട്യൂണിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. അത് അക്ഷരം സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ സംസ്കൃത നാമങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഓരോ അക്ഷരത്തിനും അർത്ഥമുണ്ട്. അപ്പൊ അതിന് വ്യത്യാസം വന്നാൽ അർത്ഥം നേരെ വിപരീതമായിട്ട് വരും. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും പുസ്തകം നോക്കി മാത്രമേ നമ്മൾ സഹസ്രനാമങ്ങൾ ജപിക്കാവൂ എന്ന് പറയും. എന്താണെന്ന് വെച്ചാൽ, കാണാതെ ജപിച്ചാൽ തെറ്റുകൾ വരും, ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് കാണാതെ ജപിക്കുന്നത് അത്ര ഉത്തമമല്ല. പുസ്തകം നോക്കി നമ്മൾ അക്ഷരത്തെറ്റ് കൂടാതെ അക്ഷരശുദ്ധിയോടുകൂടി ഭക്തിയോട് കൂടി
ശ്രദ്ധയോട് കൂടി വേണം നമ്മൾ സഹസ്രനാമങ്ങൾ ജപിക്കുവാൻ. അതുപോലെ ഈ വിഷ്ണു സഹസ്രനാമം ചിലവര് നല്ല ഈണത്തില് സംഗീതപരമായിട്ടൊക്കെ സഹസ്രനാമം ചൊല്ലുന്നത് കേട്ടിട്ടുണ്ട്, ചിലവര് ശ്ലോകം ചൊല്ലുന്നത് പോലെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന് ദേവി മഹാത്മ്യത്തില് നമ്മള് സംഗീതം അല്ല, അതിനൊരു രീതിയുണ്ട്, ആ രീതിയിൽ ചൊല്ലണം. അതുപോലെ സഹസ്രനാമങ്ങൾക്ക് എന്തെങ്കിലും ചൊല്ലുന്നതിന് എന്തെങ്കിലും രീതികൾ? സഹസ്രനാമം ചൊല്ലുന്നതും നമ്മൾ ശ്ലോകങ്ങൾ ചൊല്ലുന്നത് പോലെ ചൊല്ലാം, അല്പം ഈണത്തോടു കൂടി ചൊല്ലാം. ശരിക്കും ഈണത്തോടു കൂടി ചൊല്ലുമ്പോൾ അത് കൃത്യമായ സമയത്ത് നമുക്കത് തീർക്കാൻ സാധിക്കും. അത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അർത്ഥം തെറ്റാതെ സ്പ്ലിറ്റ് ചെയ്ത് ചൊല്ലാൻ പഠിക്കുക. പിന്നെ ദേവി മഹാത്മ്യത്തിനും ദേവീസ്തുതികൾക്കൊരു പ്രത്യേകതയുണ്ട്. അതിന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അത് ഒത്തിരി ഉറക്കെ ചൊല്ലാൻ പാടില്ല, ഒത്തിരി പതുക്കെ ജപിക്കാൻ പാടില്ല, അതുപോലെ തന്നെ തലയൊക്കെ കുലുക്കിക്കൊണ്ട് ജപിക്കാൻ പാടില്ല. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക. എല്ലാത്തിനും മുന്നിൽ വേണ്ടത് ശ്രദ്ധയോടു കൂടിയുള്ള ഭക്തി. വിഷ്ണുനാമം ജപിക്കുമ്പോഴാണെങ്കിലും നമ്മൾ പൂർണ്ണമായ ഭക്തി, അതായത് നമ്മളുടെ ഭഗവാനോട് പ്രേമഭക്തി, അതാണ് ഭഗവാന് ആവശ്യം. നമ്മുടെ മനസ്സാണ് ഭഗവാനാണെങ്കിലും ദേവിക്കാണെങ്കിലും വേണ്ടത്. അപ്പൊ മനസ്സർപ്പിച്ച് ജപിക്കുക, അതാണ് കൂടുതൽ നല്ലത്. അതുപോലെ സഹസ്രനാമം ജപിക്കുമ്പോൾ അതിൽ ആദ്യം ധ്യാന ശ്ലോകം, അത് കഴിഞ്ഞ് സഹസ്രനാമം, അങ്ങനെയല്ലേ വരുന്നത്? അതിന് ആ ചൊല്ലുന്നതിന് എന്തെങ്കിലും ഒരു ഓർഡർ ഉണ്ടോ? ആദ്യം ധ്യാന ശ്ലോകം ചൊല്ലിയിട്ടേ ചൊല്ലാവുള്ളൂ, അങ്ങനെയാണ് സഹസ്രനാമങ്ങൾ ജപിക്കുമ്പോൾ ധ്യാനം ജപിച്ചിട്ട് വേണം നമ്മൾ നാമങ്ങൾ ചൊല്ലി തുടങ്ങാനായിട്ട്. അതുപോലെ തന്നെ അവസാനിപ്പിക്കുമ്പോഴും നമ്മൾ കയേന വാച ചൊല്ലി വേണം അവസാനിപ്പിക്കാനായിട്ട്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതുപോലെ നമ്മൾ സഹസ്രനാമം ചൊല്ലി തുടങ്ങി, അറിയാം സഹസ്രനാമം ഒരു കുറച്ചു നേരത്തേക്ക് നമ്മൾ നീണ്ടു നിൽക്കുന്ന അല്പം വലിയ നാമജപ. അപ്പൊ അത് ഇടയ്ക്ക് വെച്ച് നിർത്തി നമുക്ക് പോകേണ്ടി വന്നാൽ അതിലെന്തെങ്കിലും ദോഷഫലങ്ങൾ എന്തെങ്കിലും? കഴിവതും നമ്മൾ പൂർണ്ണമായി മുഴുവനും ഒരേ സമയം ഇരുന്ന് ജപിക്കുകയാണ് വേണ്ടത്. അതിന് ഇന്റർവെൽ ഇല്ലാതിരിക്കുകയാണ് നല്ലത്. കാരണം നമ്മളുടെ ഭക്തി ഒരു പൂർണ്ണമായ ഒരു ഇതിലേക്ക് വരുമ്പോഴായിരിക്കും നമുക്ക് തടസ്സങ്ങൾ വരുന്നത് എങ്കിൽ അത് ആ ഭക്തി ഒരു തടസ്സം വരും. അപ്പൊ അതുകൊണ്ട് ഭക്തി മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ആ നാമം ഇരിക്കുന്നിടത്തിരുന്ന് പൂർണ്ണമായിട്ട് ജപിച്ച് തീർക്കുകയാണ് വേണ്ടത്. വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ ഒരു 20 മിനിറ്റ് മതി. സാവധാനത്തിൽ ജപിച്ചാലും ഒരു 20 മിനിറ്റ് കൊണ്ട് തീരും. ദേവി സഹസ്രനാമാണെങ്കിൽ അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമാണെങ്കിൽ നമുക്കൊരു 40 മിനിറ്റോളം ജപിക്കാനുണ്ട്. അത് പൂർണ്ണമായിട്ട് ജപിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സഹസ്രനാമങ്ങളെ കുറിച്ചും അവ ചൊല്ലേണ്ട രീതികളെ കുറിച്ചും എല്ലാം ടീച്ചർ നമുക്ക് വിശദമായി പറഞ്ഞു തന്നു. ഈശ്വര ചിന്തയിലൂടെ എല്ലാവരുടെയും ജീവിതം സന്തോഷകരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി.